ജന്മം കൊണ്ട് ആലപ്പുഴക്കാരി. പഠിക്കുമ്പോൾ ബാഡ്മിൻ്റണിലും ഷോട്ട് പുട്ടിലും ഒക്കെ മിടുക്കി. പിന്നീട് അവൾക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് തോന്നി. നേരെ ചെന്നൈയിലേക്ക്. കുറേ തമിഴ് സിനിമകളിൽ മുഖം കാണിച്ചു, രക്ഷപ്പെട്ടില്ല. പിന്നീട് മലയാള സിനിമയിലെത്തി. മറിയയുടെ കഥയാണ് പറയുന്നത്. ഒരു കാലത്ത് മലയാള സിനിമയുടെ മാതക തിടമ്പായി മാറിയ മറിയയുടെ മാതക കഥ. മറിയ ആദ്യമായി അഭിനയിച്ചത് മിന്നാരം എന്ന ചിത്രത്തിൽ. മിന്നാരത്തിൽ ചെറു റോളിൽ അവർ പ്രത്യക്ഷപ്പെട്ടു, ഒരു കല്യാണ സീനിൽ. പിന്നീട് നിർണയം, കമ്പോളം, ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ തുടങ്ങിയ ചിത്രങ്ങൾ. ആ ചിത്രങ്ങളിലൊക്കെ ചെറു വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട മറിയയുടെ സൗന്ദര്യം ശ്രദ്ധേയമായിരുന്നു. നായികയാകാൻ വേണ്ട എല്ലാ യോഗ്യതകളും അവർക്കുണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യം അവരെ പിടികൂടി. നായികയാകാൻ സാധിക്കാത്ത അവസരത്തിൽ അവർ അക്കാലത്ത് കിന്നാരത്തുമ്പികളിലൂടെ സൃഷ്ടിക്കപ്പെട്ട രതി ട്രെൻഡിൽ വീണു, രതിചിത്രങ്ങളുടെ ചാകരയിൽ വീണു. അവരുടെ രതിചിത്രങ്ങൾ പിന്നീട് തരംഗമായി മാറി. ഉണ്ണിമായ എന്ന ചിത്രത്തിൽ അവർ ടൈറ്റിൽ റോൾ അഭിനയിച്ചു. ഉണ്ണിമായയ്ക്ക് കഥയും തിരക്കഥയും എഴുതിയത് പത്രപ്രവർത്തകനായ വേണു മഹാദേവ്. രതി നിർവേദത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു ക്ലാസിക് ചിത്രമായി ഉണ്ണിമായ മാറുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിലും അതൊരു ചിത്രമായി ഒതുങ്ങി. ഉണ്ണിമായയിലൂടെ മറിയയുടെ അഭിനയ തികവ് വ്യക്തമാക്കപ്പെട്ടു. പക്ഷേ പിന്നീട് അവർക്ക് ലഭിച്ചതെല്ലാം രതിചിത്രങ്ങൾ മാത്രം. കാതര, ലാസ്യം, രാസലീല, തിരുനെല്ലിയിലെ പെൺകുട്ടി, മോഹന നയനങ്ങൾ, വൈശാഖി, വാണിഭം, യാമം തുടങ്ങിയ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളിലെല്ലാം ഉടലഴക് കാണിക്കാനായിരുന്നു അവരുടെ വിധി. കൈനിറയെ ചിത്രങ്ങൾ ഷക്കീല ചിത്രങ്ങളുടെ കാലത്ത് അവർക്ക് കിട്ടി. ഒരു കാലത്ത് ഷക്കീലയെ വെല്ലുന്ന നടിയായി അവർ മാറി. ഷക്കീലയ്ക്ക് തടിച്ച ശരീരമായിരുന്നു. ഷക്കീലയുടെ മുഖഭാവമാണ് രതിതരംഗത്തിന് പ്രധാനമായി മാറിയത്. മറിയ അങ്ങനെയല്ല. ശരീര വടിവ് കൃത്യമായി അവർ സൂക്ഷിച്ചിരുന്നു. മറിയയുടെ മാറട വടിവും പൊക്കിൾ ചുഴിയുടെ ചന്തവും തുടയഴകും ഒക്കെ മലയാളത്തിലെ യുവാക്കളുടെ ഹരമായി മാറി. ഒരു കാലത്ത് മറിയയ്ക്ക് പൊൻവിലയായി മാറി. ചിത്രങ്ങളുടെ ചാകരക്കാലത്ത് ഏകദേശം 24ഓളം അശ്ലീല ചിത്രങ്ങളിൽ അല്ലെങ്കിൽ ചിത്രങ്ങളിൽ മറിയ അഭിനയിച്ചു. പിന്നീട് പല്ലാവൂർ ദേവനാരായണൻ അടക്കമുള്ള ചിത്രങ്ങളിലൊക്കെ ചെറു വേഷങ്ങളിൽ വന്നുപോയി അവർ. ചിത്രങ്ങളുടെ ചാകരക്കാലം കഴിഞ്ഞപ്പോൾ മറിയയുടെ മാർക്കറ്റും അവസാനിച്ചു. പിന്നീട് നായികയാകാൻ വേണ്ടി അവർ കുറേ ശ്രമങ്ങൾ നടത്തി. പക്ഷേ ആ ശ്രമങ്ങളെല്ലാം വിഫലമായി മാറി. പല ചിത്രങ്ങളിലും നായികയായി ക്ഷണിച്ചിട്ട് മുമ്പ് ചിത്രങ്ങളിൽ അഭിനയിച്ച നടി എന്ന പേരിൽ അവരെ തിരസ്കരിച്ചു. ചുരുക്കത്തിൽ മലയാള സിനിമ മറിയയെ തിരസ്കരിക്കുകയായിരുന്നു. മറിയ മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ ചിത്രങ്ങളിൽ അഭിനയിച്ച ഏറ്റവും സൗന്ദര്യമുള്ള നടിയാണ്. ഏറ്റവും സൗന്ദര്യമുള്ള നടിയെന്ന് തന്നെ പറയാം. അവരുടെ മിഴിയഴകും മുഖലാവണ്യവും ഒക്കെ വളരെ ശ്രദ്ധേയമായിരുന്നു. പക്ഷേ അതൊന്നും മലയാള സിനിമയ്ക്ക് വേണ്ടിയിരുന്നില്ല. മലയാള സിനിമയ്ക്ക് ആവശ്യം അവരുടെ മാറട ചന്തവും അണിവയർ അഴകും തുടയഴകും ഒക്കെ ആയിരുന്നു. എത്രത്തോളം സെക്സിയാകണമെന്ന് സംവിധായകർ ആവശ്യപ്പെട്ടുവോ അത്രത്തോളം സെക്സിയായി മറിയ. അതിനവർ നല്ല പ്രതിഫലവും വാങ്ങി. ഇന്ന് മറിയ മലയാള സിനിമയിലില്ല. മറിയ തെന്നിന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. ലോകത്തെ ഏതോ കോണിൽ മറിയ ഉണ്ടാകും, ഒരു നഷ്ട സ്വപ്നങ്ങളുടെ വേദനയുമായി. സൂപ്പർ താരമായി കണ്ട നടിയായിരുന്നു അവർ. പക്ഷേ അവർക്ക് ലഭിച്ചത് വെറും മാതക വേഷങ്ങൾ മാത്രം. മറിയയുടെ മാതക ജീവിതം പറയുമ്പോൾ ഇതുപോലുള്ള മാതക ജീവിതങ്ങൾ ഒരുപാടുണ്ട്. അത്തരം മാതക ജീവിതങ്ങളുടെ ദുരന്ത വശങ്ങൾ സിനിമാ കേരള എന്നും പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ചുകൊണ്ടിരിക്കും. സിനിമയുടെ ഓരം ചേർന്ന് പോയ ജീവിതങ്ങൾ, സിനിമ കണ്ണീർ മാത്രം നൽകിയ ജീവിതങ്ങൾ. സമ്പത്തൊക്കെ നൽകി മറിയയ്ക്ക് സിനിമ. പക്ഷേ അവർ ആഗ്രഹിച്ചതുപോലെ ഒരു സൂപ്പർ നടിയാകാൻ കഴിഞ്ഞില്ല. അത് മറിയയുടെ ദൗർഭാഗ്യമാണ്. അത് അവരുടെ ദുരന്തമാണ്.